കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 12-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും, നീ പറയേണ്ടതെന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇസ്രായേൽ ജനങ്ങളുടെ മോചനത്തിനായി ഫറവോയുടെ മുൻപിൽ സംസാരിക്കുവാൻ മോശയെ ദൈവം നിയോഗിക്കുമ്പോൾ തന്റെ കുറവുകളെ മോശ ദൈവത്തിനു മുമ്പിൽ വെളിപ്പെടുത്തുന്നു. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സം അനുഭവപ്പെടുന്നു. കർത്താവ് മോശയോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത്? കർത്താവായ ഞാനല്ലേ? സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലും കടന്നു വരുന്ന കുറവുകൾ സകലതും ഇന്ന് കർത്താവിന്റെ തിരുമുമ്പിൽ നമുക്ക് ഏറ്റുപറയാം. മനുഷ്യ മനസ്സിന്റെ ഹൃദയവികാര വിചാരങ്ങൾ, അവന്റെ കുറവുകൾ, ബലഹീനതകൾ എല്ലാം കർത്താവിന് അറിയാം. എങ്കിലും നാം ദൈവ തിരുമുമ്പിൽ മോശയെ പോലെ ഏറ്റുപറയുമ്പോൾ അവിടുന്ന് നമ്മെ സഹായിക്കും. നമ്മുടെ കുറവുകളിലും ഇല്ലായ്മകളിലും നമ്മെ സഹായിക്കുകയും നമ്മെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ശക്തനായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഇത് നമ്മുടെ ആവശ്യം എന്തുമാകട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ ഏതുമാകട്ടെ, പ്രതികൂലങ്ങൾ എത്രത്തോളമായാലും അതിനെല്ലാം പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിൽ ഉണ്ട്. അവിടുത്തേക്ക് മാത്രമേ എന്നേക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ നമ്മുടെ കുറവുകളെ ദൈവത്തിനു മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചോദിക്കുന്നവനാണ് ലഭിക്കുന്നത്, മുട്ടുന്നവനാണ് തുറന്നു കിട്ടുന്നത്, അന്വേഷിക്കുന്നവനാണ് കണ്ടെത്തുന്നത്. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നമ്മെ കരുതുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ യേശുവേ, കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. ആമേൻ. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും കർത്താവായ യേശുവിൽ പരിഹാരമുണ്ട്. വിശ്വാസത്തോടെ കർത്താവിനോട് ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ കടന്നു ചെല്ലാം. പരിഹാരമുണ്ട് പരദേശിയെ നിന്റെ പ്രശ്നങ്ങൾക്ക്. പരിഹാരമുണ്ട് പരദേശിയെ നിന്റെ പ്രശ്നങ്ങൾക്ക്. ആമേൻ. ഹല്ലേലൂയ. ഉത്തരമുണ്ട് വിശ്വാസിയെ നിന്റെ പ്രാർത്ഥനയ്ക്ക്. ഉത്തരമുണ്ട് വിശ്വാസിയെ നിന്റെ പ്രാർത്ഥനയ്ക്ക്. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ നാം പതറാതെ, തളരാതെ, പ്രതികൂലങ്ങളിൽ വീണു പോകാതെ കർത്താവിന്റെ സന്നിധിയിൽ നാം കടന്നു പോകുമ്പോൾ നാം കാണാത്ത വലിയ കാര്യം അവിടുന്ന് നമുക്ക് ചെയ്തു തരും. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറ്റപ്പെടും.
നമ്മെ അവിടുന്ന് സംരക്ഷിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കയ്യിൽ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാം. പതറിടല്ലേ, തളർന്നിടല്ലേ, നിറച്ചിടും അവൻ പുതു കൃപകളാലേ. ഹല്ലേലൂയ. പതറിടല്ലേ, തളർന്നിടല്ലേ, നിറച്ചിടും അവൻ പുതു കൃപകളാലേ. ഇന്നേ വരെ കാണാത്തതാ വൻ കാര്യം കാണിച്ചിടും. ആമേൻ. ഹല്ലേലൂയ. ഇന്നേ വരെ കാണാത്തതാ വൻ കാര്യം കാണിച്ചിടും. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളാകുന്ന സകല പർവ്വതങ്ങളെയും അവിടുന്ന് എടുത്തു മാറ്റി നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകും. അവിടുത്തെ കൃപയാൽ നമ്മെ അവിടുന്ന് നിറയ്ക്കും. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇന്നു നീ കാണും പർവ്വതങ്ങൾ എന്നും നീ കാണുകയില്ല. ഓ എൻ്റെ യേശുവേ, ഇന്നു നീ കാണും പർവ്വതങ്ങൾ എന്നും നീ കാണുകയില്ല. സമഭൂമിയാകും അതു വേഗത്തിൽ കൃപയാൽ തന്നെ. സമഭൂമിയാകും അതു വേഗത്തിൽ കൃപയാൽ തന്നെ. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. കർത്താവായ യേശുവിന്റെ നാമം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുകയും അവിടുത്തെ കരം നമ്മെ പ്രതികൂലങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.